സുരേഷ് ഗോപി ആണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഇന്നലത്തെ നരേന്ദ്രനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുരേഷ് ചേട്ടനൊക്കെ എന്തൊരു ഗ്ലാമർ. ജയറാം ചേട്ടനും അതിന് സുരേഷ് ചേട്ടന് അല്ല അത് പിന്നെ ഒന്ന് നമ്മളെ ഊട്ടിയുടെ ഒരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പൊ അത് ഫിലിമാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പ്ലസ് ആണ് അന്നത്തെ രീതിയിൽ. ഇന്നിപ്പോ പിന്നെ 4K ക്യാമറയുടെ ഒക്കെ ഭയങ്കര ഇതുണ്ട്. പിന്നെ ഇന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നൊരു കോസ്റ്റ്യൂമിനൊന്നും ഇന്ന് വരുന്ന ആൾക്കാരും ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഇപ്പൊ ഒരു തമ്മനത്ത് എൻ്റെ വീടിന്റെ മുമ്പ് സംസ്കാര ജംഗ്ഷനിൽ നിന്ന് ഒരു സിനിമയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇന്ന് ഇതാണ്. അന്ന് ഒന്നാമത്തെ പ്രശ്നം ഇന്ന് നമ്മളെല്ലാം നോർമൽ ആൾക്കാരാണ്, മീഡിയം അല്ലെങ്കിൽ 30. അന്നൊരു പാൻറ് ഇവരുടെ ഒരു ഷൂസ്, സുരേഷ് ചേട്ടൻ്റെ ഒരു ഷൂസോ അല്ലെങ്കിൽ ഒരു ജീൻസോ എടുക്കണമെങ്കിൽ മദ്രാസിൽ പോകണം. മദ്രാസ് അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ. സൈസ് കിട്ടില്ലേ? ഇവരെയൊക്കെ ഭയങ്കര സൈസാണ്, കാലും ഇതും ഒക്കെ. അന്ന് അഭിനയിക്കുമ്പോൾ അതാണ് അന്നത്തെ ഏറ്റവും വലിയൊരു ഭയങ്കര ടാസ്ക് എന്ന് പറയുന്നത്. ഈ സാധനമാണ് ഇവർക്കുള്ള സൈസ് കിട്ടുക. പിന്നെ ഈ ടീഷർട്ടും കാര്യമൊന്നും അന്ന് ഈ നമ്മളെ എറണാകുളത്തൊന്നും അങ്ങനെ എല്ലാ ഷോപ്പിലൊന്നും നല്ല നല്ല ടീഷർട്ട് കിട്ടൂല. അപ്പൊ ഇത് സാധനങ്ങൾ നമ്മളെപ്പോഴും ബാംഗ്ലൂരും. അപ്പൊ ഇത് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഹണ്ടിങ് ആണ് ഈ കോസ്റ്റ്യൂം പർച്ചേസ് അന്ന്. പിന്നെ ഇപ്പോഴൊന്നും ഓൺലൈനിലല്ലേ പർച്ചേസ്.